ഇവിടെ കെട്ടുമ്പോഴേ മുകളിൽ വട കാണാം അല്ലേ? വടയുടെ മുകളിൽ പൂവിരിക്കുന്നത് കാണാൻ. ടീച്ചർട്ടി ഞാൻ വിശേഷമൊക്കെ നല്ല വിശേഷമാണ്. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു. നമ്മുടെ കയ്യിരിക്കുന്ന വട ഇങ്ങനെ കെട്ടാവുന്നില്ലേ ഇങ്ങനെ. പക്ഷെ അന്നേരം നമ്മളിതിൻ്റെ ഭംഗി കാണില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് മുടി താഴെ ഞാൻ കെട്ടുന്നതിനെയാണ് ഉള്ളൂ കേട്ടോ. ഞാൻ കെട്ടിയിട്ട് പിന്നെ ഇത് കെട്ടിയിട്ട് ഇത് വട ഇതിൻ്റെ അകത്തേക്ക് വെക്കും ഇവിടെ. എന്നിട്ട് ഇത് രണ്ടും കൂടി എടുക്കാൻ മതി. അപ്പോൾ ചുമ്മാ ഇതില്ലാത്തതാണെങ്കിൽ നമുക്ക് മറ്റേ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ എനിക്കതില്ല. ഇതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ നന്നായിട്ട് ടൈറ്റ്. അപ്പം മറ്റേ ഇതില്ലാത്തതായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ മൊത്തം ഇവിടെയൊക്കെ സൈഡ് വെച്ച് നന്നായിട്ട് മൂന്നാല് സൈഡ്. അപ്പം ഇതല്ലെങ്കിൽ അഴിഞ്ഞു പോകാണ്ട് നല്ല ടൈറ്റായിട്ടുള്ള കിട്ടും. എന്നിട്ട് ആ ഇത് സൈഡുള്ള രണ്ടാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് വരാണ്ടേ തിരിച്ചും. അത് കഴിഞ്ഞിട്ട് പിന്നീട്ടായാലും മതി. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും കൂടെ എടുക്കുമോ. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇവിടെ അപ്പം ഇതിൻ്റെ ഭംഗി വേണം. അതിൻ്റെയൊക്കെ ഇത് തന്നെ വേണമെന്ന് മസ്റ്റുണ്ട്. എനിക്ക് വേറെ ഡിസൈനുണ്ട്. എടുത്തിട്ട് പിന്നുമ്പോൾ മൊത്തം കൂട്ടി പിന്നും. ഇത് ട്രീസയുടെ മുടി ഇത് പിന്നുമ്പോൾ ഇത് പുറത്ത് വെക്കും, പിന്നെ ഇതും വെക്കും അല്ലേ? ഇതിപ്പോൾ ഞാൻ മുകളിൽ അമ്മ കുട്ടി അവിടെ വെച്ചേ വന്നത് നന്നായി. ഞാൻ ഇതെല്ലാം മറന്നുപോയായിരുന്നു. ഈ പൂ ഇവിടെ വരും. അത്രേ ഉള്ളൂ. ആ, പൂ അത്രേ ഉള്ളൂ അല്ലേ? ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത് നല്ല സൗകര്യമാണ്. ശരിക്കും ഇവിടെ ഒന്നും സ്ലൈഡ് കുത്തേണ്ട കാര്യമില്ല അല്ലേ? അതോ ആ ഇത് മുടി ചാടാതെ പോകണം.